കണ്ണീര് ഒഴുകി ഒഴുകി ആ റൂട്ട് മാപ്പ് പോലെയായി. ക്യാഷ് ഇല്ലായിരുന്നു, ക്യാഷില്ലാന്ന് തന്നെ പറയണം, അല്ലാണ്ട് നമ്മൾ കാണിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമില്ല. തുടങ്ങും. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പോൾ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പനിയൊക്കെ മാറി ഉഷാറായി എല്ലാം സെറ്റായി നമ്മൾ ട്രിപ്പ് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പ്ലാൻ ചെയ്തിരുന്നു. ഒരുപാട് പേര് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ നടന്നു കൂട്ടുകാരെ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് കൂടുതൽ പിന്നെ കൂടി കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നമുക്ക് 2 വട്ടം അവിടെ കാണിച്ചു സെയിം ഡോക്ടറിനെ. അപ്പൊ കാണിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് വേറെ ഹോസ്പിറ്റൽ, വേറെ ഡോക്ടറെ പേരൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ ബത്തേരി തന്നെ, അവിടേക്ക് പോകാൻ കേട്ടോ കുഞ്ഞിപ്പെണ്ണെ കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലപ്പാ ഓ, അതിന്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാണിട്ടിരുന്നില്ലേ, നമ്മൾ കുഞ്ഞിപ്പെണ്ണ് ഗോൾഡ് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്. പോസിറ്റീവായി എടുത്തവരോട് നമുക്ക് ഒരാള് നമ്മുടെ മൈൻഡ് മനസ്സിലാക്കി ആ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മളോട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. അതേപോലെ നെഗറ്റീവായി എടുത്തവര് അങ്ങനെ ചിന്തിക്കുന്ന അവരുടെ എന്താ പറയാ, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇമോഷൻ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതായത് ഈ ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം ഒക്കെ എന്ന് വെച്ചാൽ ഒരു അസറ്റാണ് ശരിക്കും പറഞ്ഞ ഗോൾഡ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അല്ലാണ്ട് നമ്മൾ എപ്പോഴും ഇട്ടുകൊണ്ട് നടന്ന നാട്ടുകാരെ കാണിക്കാനും അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള സാധനമല്ല. കൊടുക്കുന്നത് വീഡിയോ കാണിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പകുതി കാര്യം ഞങ്ങള് എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കലേ ഉണ്ടായിരുന്നില്ല വീഡിയോയില്. അപ്പൊ നമ്മുടെ നല്ല വശങ്ങൾ മാത്രം കാണുക എന്നതല്ല, ഒരു ലൈഫ് ആകുമ്പോ അതിന് നല്ല വശം ഉണ്ടാവും, എന്താ അപ്പ് ആൻഡ് ഡൗൺസ് എന്തായാലും ഉണ്ടാവും. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ കമന്റ് വന്നിട്ടുണ്ട്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത്. ഒരുപാട് ആൾക്കാർ കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ആൾക്കാർ പറയുന്നത് ഗോൾഡ് വെച്ചത് മോശമായി പോയി, അതുപോലെ തന്നെ അത് വേറെ ജോലിക്ക് പോയാൽ മതി അങ്ങനെ പറഞ്ഞിട്ട്. നമ്മുടെ ജോലി എന്താണെന്നൊക്കെ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ അറിയാത്ത ആൾക്കാർ ചുമ്മാ വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് കമന്റ്സ് കഴിക്കാത്ത കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഗോൾഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കാണിച്ച് നാട്ടുകാരുടെ മുന്നിൽ പവർ കാണിക്കലല്ല നമ്മുടെ പരിപാടി. നമുക്ക് എത്ര എമർജൻസി ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു, നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ലാന്ന് തന്നെ പറയണം, അല്ലാണ്ട് നമ്മൾ കാണിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ക്യാഷ് ഇല്ലാത്ത പോലെ തന്നെ നമ്മൾ പെരുമാറി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന എന്താണോ നമുക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് നമ്മൾ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുകയും ചെയ്തു. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ഇതാണ് പറഞ്ഞത്. നിങ്ങൾ ഇപ്പം കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. കുറച്ച് ആൾക്കാർക്ക് വേറെ രീതിയിലായിരിക്കും, കുറച്ച് ആൾക്കാർക്ക് വേറെ രീതിയിലായിരിക്കും. ഞങ്ങളുടേതായ രീതിയിലാണ് നമ്മൾ പോകുന്നതും നിങ്ങളുടെ വീഡിയോ എടുത്ത് കാണിക്കുന്നതും. അല്ലാണ്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അതായത് എന്താണ് റിയൽ ആയിട്ടുള്ളത് അത് തന്നെയാണ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് പോട്ടെ, നെഗറ്റീവ് കമന്റ്സിന് വേണ്ടി കളയാൻ നമുക്ക് ടൈമില്ല. അപ്പൊ പോസിറ്റീവായിട്ട് എടുത്തവർക്ക് ഒരുപാട് നന്ദി. നെഗറ്റീവായി എടുത്തവര് നിങ്ങളുടെ ചിന്താഗതി എന്തെങ്കിലുമൊക്കെ മാറും, എന്താ പറയാ, ഇപ്പൊക്കെ കാലം മാറി. അപ്പൊ നമ്മൾ ബത്തേരി എത്താനായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നല്ലേ, നല്ല മഴയായിരുന്നു. മഴയൊക്കെ മാറി, മഴയൊക്കെ അണഞ്ഞോ. ലക്ഷ്മി ഞാൻ രാവിലെ പോയിക്കൊണ്ടിരുന്നത് അതിനായിരുന്നു. ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മിയാണ് ലക്ഷ്മി ആക്കിയത്, മോഡിഫൈ ചെയ്തതാ. ഓ, ആര് പോയിക്കൊണ്ടിരുന്നേ? എന്താ നീ കേറാറേ ഇല്ല ബസ്സില്? അല്ല, ഞാനും കേറുവായിരുന്നു. നമ്മുടെ ബസ്സിലെ പ്രളയം നല്ല രസമുണ്ട്. നമ്മുടെ പുൽപ്പള്ളി ബത്തേരി റൂട്ടിൽ കൂടെ പോവാന് വയനാട്ടുകാർക്കും പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഈ റോഡ്. നല്ല രസമാണ് യാത്ര ചെയ്യാന്. ആനേനെ കാണാം, പറ്റിയ കടുവേനെ കാണാം, കാട്ടാനേനെ കാണാം, പക്ഷെ കാട്ടാനല്ലോ കാട്ടുപോത്തിനെ കാണാം, എല്ലാത്തിനും കാണാം. സൂപ്പറാ. മയിലിനെ കാണാം. അപ്പൊ നമ്മൾ ആശുപത്രി എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോടാ പാവം, നല്ല പനിയാട്ടോ. ക്ഷീണായിപ്പോയില്ലേ? പക്ഷെ ഇപ്പൊ പനി വിട്ടോ. നമ്മൾ വേർക്കുമ്പോ നമ്മൾ വിചാരിക്കുന്ന പനി വിട്ടതാന്ന്. സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷെ രാത്രി ആകുമ്പോഴേക്കും പിന്നെയും പനിക്കുക. എന്താന്ന് വൈകുന്നേരം 6 മണി തൊട്ടിട്ട് അങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ ഒരു 10 മണി വരെ പനിയാണ്. അപ്പോൾ കൂട്ടുകാരെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നതെന്ന് വിചാരിച്ചു. വേണ്ട, കുഞ്ഞിപ്പെണ്ണിരിക്കുന്ന നോക്കിയേ, അഡ്മിറ്റ് ആയി കേട്ടോ. കണ്ടോ, സ്റ്റാൻഡൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട്?
ഈ സാധനമൊക്കെ ഇനി കുത്തണം കേട്ടോ കയ്യിൽ. അതിന് വന്ന് ക്യാനിലൊക്കെ ഇടാൻ വേണ്ടി നോക്കി, അപ്പത്തേക്കും ഭയങ്കരം കരച്ചിൽ, ഭയങ്കര വിഷമവും കരച്ചിലായിരുന്നു. എനിക്കറിയായിരുന്നു കേട്ടോ ഇന്ന് അഡ്മിറ്റ് ചെയ്യാമായിരിക്കുമെന്ന്, കാരണം നല്ല പനിയല്ലായിരുന്നോ, അത് കാരണം ഞാൻ പുതപ്പും ഇതൊക്കെ എടുത്തിട്ടാണ് വന്നത്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പനി മാറാത്തതെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നല്ലോണം കുഞ്ഞിപ്പനാണെങ്കിൽ വെള്ളമൊന്നും കുടിക്കുന്നില്ലായിരുന്നു, വെള്ളം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലായിരുന്നല്ലോ പനി പിടിച്ച പിന്നെ ഒട്ടും. അപ്പോൾ അതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട് പനി വിട്ട് മാറാൻ നല്ല പാടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ അഡ്മിറ്റ് ആക്കിയിട്ട് ട്രിപ്പൊക്കെ ഇട്ട് പനിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞിപ്പെണ്ണ് സാരമില്ലാത്ത പാടത്തിന് ക്ഷീണമായി, ഇനി വെച്ചോണ്ടിരുന്നിട്ടുണ്ടല്ലേ സീനാവും. അതാണ് നമ്മൾ അഡ്മിറ്റ് ആക്കാന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഉന്തി മാറ്റും കേട്ടോ. ഞാൻ ഉന്തി മാറ്റുന്നേ രാത്രി ആകുമ്പോഴാണ് ഈ പനി കൂടുന്നത്, അതാണ് പ്രശ്നം കേട്ടോ. രാത്രി നമ്മളേക്ക് ഇന്നലെയൊക്കെ രാത്രി ഭയങ്കരമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പകരം ഇന്നലെ വിയർത്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിച്ച പനി വിട്ടുന്ന, പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഫുൾ ആക്റ്റീവ് ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. രാത്രി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് പിന്നെ പനി കൂടി 103 ഡിഗ്രി വെളുപ്പ് വരെ. അതായത് നേരം വെളുക്കുന്നത് നമ്മൾ വരുന്ന വഴിക്കൊക്കെ കുറച്ചു നേരം മുന്നേ വരെ തന്നെ നല്ല പനിയായിരുന്നു, അത്ര ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ കാട്ടിക്കൂടിയൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ പനിയൊക്കെ വേർത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കുറയും. അതെ അതെ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ പനിയൊക്കെ മാറി ഉഷാറാവട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയി പോകാൻ പറ്റട്ടെ. ഇനിയിപ്പം നമ്മളിപ്പോൾ വാർഡിലാണ് ഉള്ളത് കണ്ടോ, ഇത് വാർഡാണ് കേട്ടോ. വാർഡിൽ നിന്ന് റൂം ഇവിടെ ഫ്രീ ഇല്ല, ഒഴിവില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇപ്പോൾ റൂം തരാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആണെന്ന് പറഞ്ഞു, വൈകുന്നേരം ആകുമ്പോഴേക്കും റൂം കിട്ടും. വാടാനും കുഴപ്പമില്ല, അല്ലേ? ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്റെപ്പാ നമുക്ക് ക്യാനിൽ കുത്തിയാലോ? ഇനി കുഞ്ഞിപ്പെണ്ണിനെ ക്യാനിൽ കുത്തുന്ന കാര്യം ഓർക്കുമ്പോൾ കേട്ടോ സങ്കടം, കരച്ചിലായിരിക്കും. നേഴ്സ് വന്നിട്ട് നോക്കുന്നു കേട്ടോ, 2 വട്ടം വന്ന് നോക്കി. അപ്പോഴത്തേക്ക് അവരിങ്ങനെ കട്ടിലൂടെ കുഞ്ഞോ വിളിക്കുമ്പോഴത്തേക്കും കരച്ചിലങ്ങ് തുടങ്ങും. കൈ രണ്ടും ഇങ്ങനെ ഒളിപ്പിച്ച് കടിക്കുന്നു. ഞാൻ എണീച്ചിരുന്നു കരയും. എന്താ പനി. പിന്നെ എനിക്കും ജലദോഷമൊക്കെ ആയിട്ടുണ്ട്, പൊന്നൂനും പനിയൊക്കെ ആയിരുന്നു. എനിക്കും പനിക്കാനുള്ള കുളയ്ക്കാൻ തോന്നുന്നു കേട്ടോ. വീട്ടിലെല്ലാവർക്കും പനിയൊക്കെ, പപ്പയ്ക്കും മമ്മിക്കും വയ്യ, അവർക്ക് രണ്ടുപേർക്കും പനിയായിരുന്നു. പനീൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് കേട്ടോ, ചുമ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും പെട്ടെന്ന് റിക്കവർ ആവട്ടെ. എന്താ സ്കൈ ഉണ്ടായിട്ട് ആദ്യമായിട്ടാണ് അഡ്മിറ്റ് ആവുന്നത് ഫസ്റ്റ് ടൈം അഡ്മിറ്റ് ആവുന്നത്. ഫസ്റ്റ് ടൈമാണ് ക്യാനിലിടാൻ പോകുന്നത്. എനിക്കത് ഓർത്തിട്ടാണ് ഭയങ്കര എങ്ങനെ അവള് റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കേട്ടോ, മഴയല്ലേ, തലേ വെള്ളം വീഴണ്ടല്ലോ. കണ്ടോ എന്നെ ഉന്തി മാറ്റും. അതെന്താ? എന്താ നീയല്ലേ ഡോക്ടറിന്റെ അടുത്ത് കൂടുതൽ നേരം ഉണ്ടായിരുന്നേ, അതുകൊണ്ട് എന്നെ ഉന്തി മാറ്റും കേട്ടോ. ഇവണ്ണൊന്നും കഴിക്കാനിട്ടാട്ടോ ഞാൻ അപ്പോഴേ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഡീഹൈഡ്രേഷൻ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം പാല് മാത്രം ഫുൾ ടൈം പാല്, അതുകൊണ്ട് മാത്രമായിട്ട് ഇത്രയും ദിവസം പിടിച്ചു നിന്ന് പോയത്. ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ, അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമ്മുടെ മരുന്ന് കഴിച്ച് പോയാൽ മതിയായിരുന്നു, അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ടാണ്, ഈ ഡീഹൈഡ്രേഷൻ വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിൽ ക്യാനിലിട്ട് ഞാൻ ഭയങ്കര കരച്ചിലാട്ടോ. അപ്പുറത്തെ ഒരു അമ്മമ്മ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ കുഞ്ഞിപ്പെണ്ണ് കരച്ച് നിർത്തുന്നില്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ കയ്യിൽ ക്യാനിൽ കൂത്തി കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണ് കരഞ്ഞ് നല്ല ഉറക്കത്തിലായിട്ടുണ്ട്, ഭയങ്കര കരച്ചിലായിരുന്നു ഇത്ര നേരം. എന്തായാലും ക്യാനിലെ കുത്തി, ഇനിയിപ്പോൾ അതുവഴി ഇതാണ്ട് ഈ ട്രിപ്പ് ഇടണം. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറക്കം കഴിഞ്ഞാണ്ട് എണീച്ചിട്ടുണ്ട്. എൻ്റെ ജീവം എഞ്ചിപ്പോൾ കയ്യിൽ കുറ്റി വെച്ചേക്കനേ, എൻ്റെ ശാരണം. കുഞ്ഞിപ്പെണ്ണുണ്ടല്ലോ ഈ വള്ളി കണ്ടിട്ട്, കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനത്തെ വള്ളി കണ്ടാൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, അത് പിടിച്ച് വലിക്കാൻ നോക്കൂ കേട്ടോ. സമാധാനമായത് നമുക്ക് കണ്ണീര് ഒഴുക്കി ആ റൂട്ട് മാപ്പ് പോലെയായി. കുഞ്ഞിപ്പെണ്ണ് എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കും കേട്ടോ. ഇത് എൻ്റെ സംഭവം എന്നാ, കുഞ്ഞിപ്പെണ്ണ് പിടുത്തം കിട്ടില്ല എന്താ സംഭവം എന്ന്. എന്തായിരിക്കുമെങ്കിലും എലി എവിടെ? എലി കയ്യനെ കണ്ട എലീനെ വിളിക്കുന്നേ. എങ്ങനെയാണ് എലീനെ വിളിക്കണേ? ഈ കൈ ഇവിടെ വെച്ചോട്ടോ. ആ കൈ അവിടെ ഇരിക്കട്ടെ, ഈ കൈ കൊണ്ട് വിളിച്ചേ. ഈ കൈ കൊണ്ട് മാത്രം വിളിക്കേ, ഈ കൈ കൊണ്ട് വാവര. അപ്പോൾ സംഭവം ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ എടുക്കാണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് അഥവാ അങ്ങനെ അഡ്മിറ്റ് ആക്കിയാലോ എന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അത് കാരണം ഞാനൊരു പുതപ്പും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ടർക്കിയും
എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരാട്ടോ. ടാറ്റാ. ഹൈഫൈ ഉണ്ടോ അമ്മയ്ക്ക്? അപ്പയ്ക്കുണ്ടോ ഹൈഫൈ? ഹൈഫൈ ക്ഷീണമായിട്ട് എൻ്റെ ദേവ മാമോട് പോയി എന്തിനാ ആദ്യം കരയണേ? കരച്ചിലിട്ടോ നേഴ്സുമാർ വന്നിട്ട് അവരുടെ യൂണിഫോം ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ട്രോളി ഇങ്ങനെ ഉരുണ്ട് വരുന്ന വച്ചില്ലേ, ഇങ്ങനെ മിണ്ടാണ്ട് കേൾക്കും. ഇല്ലടോ ഇല്ലടോ പെണ്ണ് അപ്പ പറയല് വാലാക്ക് പറയല് വാല്. വേണം നിർത്തല്ല നിർത്തല്ലടാ നിർത്തല്ലടാ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ, സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേഴ്സുമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് എന്തായാലും. പിന്നെ ഇപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് പെണ്ണിൻ്റെ കുറച്ച് ഡ്രസ്സുകളും പിന്നെ ഫുഡ് കഴിക്കാനുള്ള പാത്രങ്ങളും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് വരാൻ കൂട്ടുകാരെ. പിന്നെ വണ്ടി കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് കിട്ടത്തില്ല. നമ്മുടെ വണ്ടി പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ പണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് ഊരിയിട്ട് എന്തൊക്കെ ശരിയായിട്ടില്ല, വേറെ എന്തൊക്കെ സാധനങ്ങൾ മാറ്റമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടി എടുക്കുമായിരിക്കും ഇനിയും. നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ കൂട്ടുകാരെ നമ്മളവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീട്ടിൽ സാധനങ്ങളൊക്കെ എടുത്ത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഡ്രസ്സുകളും പുതയ്ക്കാനുള്ള പുതപ്പും പിന്നെ പൊന്നുവിനുള്ള സെക്ടറും കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു കുരങ്ങച്ചനുണ്ട് അതിനകത്ത് കണ്ടോ, തലയും കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നേരെ ഇനി ബത്തേരിക്ക് പോകണം, കാടൊക്കെ കഴിഞ്ഞ് പോകണം. രാത്രി ആയിട്ടുണ്ട് സമയം. ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടാണ് സെയിം ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നത്. ഇനി നേരെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇതുവരെ റൂമിലേക്ക് മാറിയിട്ടില്ല എന്നിട്ട് പറഞ്ഞേ. ഇപ്പോഴും വാർഡിൽ തന്നെയാണ്. എന്തോ മമ്മി പൊന്നുവിനെ വിളിക്കുന്ന കേട്ടോ. ഇവിടെ ആണെങ്കിൽ മമ്മിക്കും പപ്പയ്ക്കും വയ്യ, അവർക്ക് 2 പേർക്കും തൊണ്ടവേദനയും ജലദോഷത്തിൻ്റെ സിംറ്റംസ് ഒക്കെ ആട്ടോ. എനിക്കിപ്പോൾ ജലദോഷത്തിൻ്റെ ഇത് വന്ന് മൂക്കൊക്കെ അടയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം ഇനി. അങ്ങനെ കൂട്ടുകാർ നമ്മുടെ സാധനങ്ങളോടെയാണ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും നമ്മൾ സേഫ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഒരാളിരിക്കുന്നുണ്ടോ, നമ്മുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടോ. ചിരിക്കാൻ തുടങ്ങി. ഓ വെള്ളം കുടിക്കുന്നു. എൻ്റെ ദാഹമാണ് എൻ്റെ കൊച്ചിന്. അപ്പടി അയച്ചു പോയോ? അതപ്പടി കോമഡി ആണല്ലോ. ഛർദി ഉണ്ടായിരുന്നു ഭയങ്കര. അപ്പൊ ഞാൻ രാത്രിത്തെ മരുന്നും കഴിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാനുള്ള പരിപാടിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണേ. എൻ്റെ ഒരു കഴിച്ചിലായിരുന്നു എൻ്റെ കൊച്ചു. ഓ അതാ കുരങ്ങനൊക്കെ എടുത്ത് എറിയുക. കയ്യിൽ കുത്തി വെച്ചിട്ടേ ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. കുറച്ചേരായിട്ട് ട്രിപ്പ് ഇട്ടില്ല, അപ്പത്തേക്കും ഇങ്ങനെ ചെറിയൊരു ബ്ലോക്ക് പോലെ നമുക്ക് ഇങ്ങനെ കുറച്ചേരം ഫ്ലൂയിഡ് ഇടാണ്ടാവുമ്പോ ഒരു കേറാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ബ്ലഡ് കട്ടയാവും. അപ്പൊ അതാ കുരങ്ങനൊക്കെ എടുത്ത് എറിയുക. എന്റെ ദൈവമേ. അപ്പൊ ഇനി എന്തായാലും കടത്തി ഉറക്കാൻ നോക്കുക കൂട്ടുകാരെ. അപ്പൊ നാളത്തേക്ക് പനി രാത്രി അല്ലേ? അല്ലേ ഇന്നലെ രാത്രിയൊക്കെ നല്ലോണം പനിച്ചായിരുന്നു കേട്ടോ. ഇന്നെന്തായാലും ഫ്ലൂയിഡൊക്കെ കിട്ടുന്നതുകൊണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പനിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞു മക്കൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കും. ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര മരുന്ന് കഴിച്ചാലും അത് മാറത്തില്ല കേട്ടോ ഡീഹൈഡ്രേഷന്. അതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ഇട്ടേക്കുന്നത്. ഡ്രിപ്പ് ഇട്ടിട്ട് മരുന്ന് കഴിച്ചാൽ എന്തായാലും നമുക്ക് പനി മാറും. അങ്ങനെയാണ് ഇപ്പോൾ പനി മാറിയേക്കുന്നത്. എന്തായാലും സമാധാനമായി. ഇനിയിപ്പോൾ നാളെ രാവിലത്തേക്ക് എന്താ ഡോക്ടർ പറയുന്നതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ യാത്ര തുടരുവാണോ എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയും. നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടിയിരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ആ മൈൻഡിലിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. എന്തായാലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും കേട്ടോ. മെസ്സേജ് അയച്ചിട്ടല്ലേ, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ നമ്മുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കൂട്ടുകാരെ. അപ്പം അത്ര വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം.